കൊടുക്ക് കൊടുക്ക് സ്നേഹം കൊടുത്തില്ലടി. ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് കിവി വാലി ഫാം, ന്യൂസിലൻഡിലെ ഓക്ലൻഡിലുള്ള ഒരു ഫാമിലോട്ടാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. ഇത് നമ്മൾ അതിൻ്റെ എൻട്രൻസിലോട്ട് എത്തി. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന സൂവിൻ്റെ വ്ളോഗ് കണ്ടിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും. നമ്മൾ ഇവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയത്. പക്ഷേ ഇതിൻ്റെ ക്ലോസിങ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലാൻ മാറ്റിയിട്ടാണ് സൂവിലോട്ട് പോയത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫാമിൻ്റെ അവിടേക്ക് എത്തി. എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമുക്കൊരു എൻട്രി പാസ് പോലെ ഒരു സ്റ്റിക്കറൊക്കെ തരും. അങ്ങനെ നമ്മളതൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം എനിക്ക് ഒട്ടിച്ചു. ശരിക്കും പറഞ്ഞാൽ കയ്യിലല്ല ഒട്ടിക്കണം, ഡ്രസ്സിൽ എവിടെയെങ്കിലും ഒട്ടിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് കയ്യിൽ ഒട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കയ്യിൽ ഒട്ടിച്ചു. അങ്ങനെ എല്ലാവർക്കും ഒട്ടിക്കുന്ന ചടങ്ങാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. എന്നെ കടിച്ചു പണി. നമ്മൾ ഫസ്റ്റ് തന്നെ ആദ്യമേ കടന്ന ഉടനെ തന്നെ നമുക്ക് ഇവരിങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ മൊയലിനും വെള്ളലി കറുത്തലിനൊക്കെ നമുക്ക് കയ്യിൽ വെക്കാനായിട്ട് തരും. നല്ല ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. ആ എലിയല്ലേ പോണ്ടിച്ചേരി എലിയ? ആര് പറഞ്ഞു? ഇത് അവൻ തന്നെയാ എന്നെ ഫോളോ ചെയ്ത് നടക്കുക. ഞാൻ പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത അവൻ അറിഞ്ഞു. നല്ല ഷാർപ്പാണ്. ഇത് കടിക്കോ? മൊയ് കടിച്ചായിരുന്നു എന്നെ. കടിച്ചാ? ഓക്കെ. കടിക്കോ? അന്നു അന്നു വാ 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 ഇവിടെ അന്നു നോക്കിയിട്ട് അന്നു നോക്കി 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 കയ്യിൽ നോക്കി ഇരിക്കണം നോക്കി ഇരിക്കണം നോക്കി ഇവിടെ തൊട്ടാ കണ്ട എന്ത് നീ കഴിയണേ നല്ല രസത്തില്ല. നല്ല രസമുണ്ടല്ലേ? എഫി ജോസു ജോസു നോക്കിയടാ. ഇത് വൈറ്റ് ഡ്രസ്. ക്യൂട്ടില്ലേ? നീ കണ്ണു കണ്ടില്ല? അതെന്നെ കടിക്കും.
നീ പോവല്ലേ ടാറ്റാ. അങ്ങനെ നമ്മൾ മുയലിനെയും വെളുത്ത മുയൽ, കറുത്ത മുയൽ, ബ്രൗൺ കളർ മുയൽ, ആഷ് കളർ മുയൽ, കറുത്തലി, വെളുത്തലി ഇതിനൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അതിന് ശേഷം അവിടെ നിന്ന് നേരെ പോയത് നമുക്ക് കുറച്ച് ആനിമൽസ് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അതിന് മുന്നായിട്ട് നമ്മുടെ കുട്ടി പട്ടാളത്തിന് നമുക്കൊരു ഹോഴ്സ് റൈഡിൽ കയറ്റാൻ വേണ്ടി പോവുകയാണ്. യെസുക്കെ കണ്ടില്ലേ, ഇവിടെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാണ്. എങ്ങനെ എടുക്കുന്ന രസം. ഞാൻ വരുന്നില്ല. ഞാൻ അങ്ങനെ ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും നിരത്തി പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന എന്താ പറയുക, ആടിന് നമ്മൾ ആദ്യം കൊടുത്തു. ആടിന് ഞാൻ മുന്നേയും കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പശുവൊക്കെ നല്ല നീറ്റായിട്ടുള്ള പശുവായിരുന്നു. എന്ത് ഭംഗിയാണ്. നമ്മുടെ നാട്ടിലെ പശുക്കളൊക്കെ കണ്ടാണ്ടല്ലോ, എന്താ പറയുക, കുറേ ചാണകമൊക്കെ ഇങ്ങനെ തേമ്പി വെച്ചിട്ടുള്ള പശുക്കളായിരിക്കും. പക്ഷേ ഇവിടെയുള്ള എല്ലാ ആനിമൽസും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും അവർ നിൽക്കുന്ന സ്ഥലമൊക്കെ നല്ല വൃത്തിയായിട്ടും നോക്കുന്നുണ്ട്. എഫിയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആദ്യമൊക്കെ കൊടുക്കാനായിട്ട് പേടിയായിരുന്നു. ബിക്കോസ് നാട്ടിലാണെങ്കിലും ഞാൻ ആട്, പശു ആദ്യമായവയെ, അതായത് അതുപോലുള്ള സാധനങ്ങളെ ഒന്നും അടുപ്പിക്കാറില്ല. എനിക്കെന്തോ പേടിയാണ്. പട്ടിയോട് എനിക്ക് അത്ര പേടിയില്ല. പക്ഷേ
പശുക്കളെ ആടിനൊക്കെ എനിക്കെന്തോ പേടിയാണ്. ഇവറ്റകളൊന്നും ഉപദ്രവിക്കില്ല, പാവങ്ങളാണെന്നൊക്കെ എനിക്കറിയാം. എൻ്റെ അമ്മയൊക്കെ തൊടുന്നതും ഫുഡൊക്കെ കൊടുക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷെ എനിക്ക് പേടിയായിരുന്നു അതൊക്കെ കൊടുക്കാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, അവരുടെ വായിൽ നിന്ന് വരുന്ന ഒരു വെള്ളം, അതുപോലത്തെ ഒരു സാധനം എനിക്കൊരു തരം അറപ്പായിരുന്നു ആദ്യമൊക്കെ. പിന്നെ അവസാനമായപ്പോൾ ഞാനൊക്കെ കൊടുത്തായിരുന്നു. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ചെമ്മരിയാടുകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഈ ചെമ്മരിയാടിനൊക്കെ കാണുന്നത്. ഈ നമ്മൾ എന്താ പറയുക, ഞാൻ സമ്മർ ഇൻ ബെത്ലഹേം മൂവിയില്ലേ, അതിലാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇതുപോലത്തെ ഒരു ഫാമൊക്കെ കാണുന്നത്. ഇതുപോലത്തെ ഒരു ഫാം ഇതുപോലെ നേരിട്ട് കാണാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെ പിള്ളേരൊക്കെ കാര്യമായ രീതിയിൽ ആടിനൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ 2-3 ചെപ്പൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഒരാൾക്ക് ഒരു ചെപ്പ് വെച്ചിട്ടാണ് തോന്നുന്നു കിട്ടുന്നത്. പിള്ളേരൊക്കെ 2-3 ചെപ്പൊക്കെ മേടിച്ച് നമുക്ക് അഡീഷണലി മേടിക്കാൻ കിട്ടും കേട്ടോ. മേടിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. പകുതി മുക്കാൽ ഭാഗം നിലത്തും പോകുന്നുണ്ടായിരുന്നു. നല്ല കാറ്റായിരുന്നു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ കുഞ്ഞു പിള്ളേർക്ക് വരെ പേടിയില്ല. എന്നാൽ പിന്നെ എനിക്ക് എന്തിനാ പേടിയെന്ന് വിചാരിച്ചിട്ട് ഞാനും കുറച്ച് അവസാനമായപ്പോൾ കൊടുത്ത് തുടങ്ങി. പക്ഷേ ഏറ്റവും അവസാനം ഞാൻ കൊടുത്തത്. അങ്ങനെ ഞാൻ അവസാനം കൊടുക്കാൻ നോക്കിയപ്പോൾ എന്നെ പട്ടി പുച്ഛായിരുന്നു, മൃഗങ്ങൾക്ക് വരെ. എന്ത് ചെയ്യാനല്ലേ, മനുഷ്യർക്കും പുച്ഛം മൃഗങ്ങൾക്കും പുച്ഛം. എന്താല്ലേ. ഗ്യാസാണ്. ലഞ്ച് ബ്രേക്ക് ആയോ തോന്നുന്നുണ്ട് കേട്ടാ. അല്ലേ എല്ലാ കണ്ണി കണ്ട ആടിനും പശുവിനും ചെമ്മരിയാടിനും പിന്നെ വേറെ ഏതോ ടൈപ്പ് ആടിനൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു റൈഡിൽ കയറാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ എത്തുമ്പോഴേക്കും നമ്മുടെ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ബ്രേക്ക് എടുത്തിട്ടാവാന്ന് വിചാരിച്ചു. ബാക്കി ബൈ ദ ബൈ, ഇതാണ് അവിടുത്തെ എക്കോ ഫ്രണ്ട്ലി ടോയ്ലറ്റ്. കൊള്ളാല്ലേ? ആന ബിരിയാണിക്ക് കൊമ്പില്ല. പിന്നെ സിംഹം ഒരു സാധനം. പക്ഷെ മനുഷ്യന്മാരിൽ പെണ്ണുങ്ങളാണ് മമ്മി. നിനക്ക് ഈ സാധനത്തിന് അറിയോ? കുട്ടിയാണോ?
അതാ അവളുടെ ഫോണിലാണ് കുട്ടിയാണോ അപ്പുറത്ത് കാര്യമാണ്. മെല്ലെ മതിയടി, മെല്ലെ മതിയാവും ചെലപ്പോ. അതിന് തലയിറങ്ങണ്ടാ. എഫി കല്ലാസല്ലത് ഇതാ ബീന കണ്ടിട്ടാ. Finish. Ada. ഏയ് വിടറി. ആ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവിടെ കുറച്ചധികം നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇരുന്ന് അവിടെ കുറച്ചധികം നേരം ഊഞ്ഞാലൊക്കെ ആടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റൈഡിനുള്ള ടൈമായി. ഫസ്റ്റ് റൗണ്ട് റൈഡിനുള്ള ആൾക്കാർ പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടിലോട്ട് പോകാനായിട്ട് ഇങ്ങനെ കയറി നിൽക്കുകയാണ്. വേറെ ഒന്നുമില്ല, നമുക്കിങ്ങനെ കുറച്ച് നേരം ഈ എന്താ പറയുക, ഈ പാടത്ത് കൂടെ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ, ഈ സ്ഥലത്ത് കൂടെ ട്രാക്ടർ പോലത്തെ ഒരു വണ്ടിയിൽ ഇങ്ങനെ കൊണ്ട് നടക്കും നമ്മളതിനെ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ കുറച്ച് ആനിമൽസും കാര്യങ്ങളും ഉണ്ടാവും. അതായത് കഴുത, മാന്, പന്നി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് ഓൾസോ ചെറിയൊരു കുട്ടി റൈഡല്ലേ, നൈസല്ലേ ഇങ്ങനത്തെ ഒരു കുട്ടി അഡ്വഞ്ചറസ്, ചെറിയ കുട്ടി അഡ്വഞ്ചറസ് റൈഡ് എന്ന് പറയുന്നത്. ഇത് പ്രതിമല്ലട്ടാ. അയ്യോ അമ്മയ്ക്ക് കണ്ടാ മനസ്സിലാവില്ലേ. ഉണ്ട് ഇതിനൊക്കെ ജീവനുണ്ട്. അല്ല മൈന ഇവിടെ മാത്രമേ കവറിയുള്ളൂ. ഭയങ്കര രസല്ലേ. നമ്മളൊരാളോട് കൊണ്ടുവരുമ്പോ അങ്ങനെ എനിക്ക് മാത്രം വേണ്ടത്. സെൻട്രൽ പിടിക്കുന്നത്. ഒരുപാട് വരും.
അങ്ങനെ എല്ലാം കഴിഞ്ഞു, എല്ലാ കറക്കങ്ങളും എല്ലാവർക്കും തിന്നാനും കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ അല്ലെങ്കിൽ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു കുഞ്ഞു റെസ്റ്റോറൻറ്റ്, ഈ ഫാമിനകത്ത് തന്നെ ഒരു കുട്ടി റെസ്റ്റോറൻ്റ് ആണ്, കുഞ്ഞു കഫയാണ്. നമ്മൾ അവിടെ വന്നിരുന്നു. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നിറച്ച് വെറൈറ്റി പൂക്കളും ചെടികളും റോസൊക്കെ ഉണ്ടായി നിൽക്കണ കണ്ടാണ്ടല്ലോ. നമ്മുടെ എന്താ പറയുക, അത്ര അടിപൊളിയാണ് കാണാനായിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു റോസിൻ്റെ ഒരു കൊമ്പിൽ ഒരു പൂവ് അങ്ങനെയെങ്കിലും ഉണ്ടാവുള്ളൂ. ഇത് അറ്റത്ത് നോക്കിയേ ഒരട്ടക്കാണ്. എന്താ പറയുക, ഒരു എന്താ പറയുക, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു ഡോഗ് എന്ന് പറയുന്നത് ആ ഒരു ഫാമിലത്തെ ഒരു സ്റ്റാഫാണ് കേട്ടോ. മാർലി എന്നാണ് എൻ്റെ പേര്. സ്റ്റാഫാണ് അവൻ അവിടുത്തെ. അതെ, അവളാണ്. കിടന്നൂടി അവളെടുത്ത് കിടന്നു. Good girl. It's a girl, right? Yeah. Good girl. Bye-bye. അപ്പൊ കുടിച്ചോട്ടോ. ശരിക്കുള്ള കളർ കിട്ടണില്ലേ? ശരിക്കുള്ള അതിന്റെ കളർ കിട്ടണില്ല. ഒരുപാട് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി കഫേത്തെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. കാണാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. വാ പോവാ. ലെറ്റ്സ് ഗോ. ബൈ.